ഹലോ ഗൈസ്, ഇത് രണ്ടാമത്തെ ക്ലീനിങ് വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് മീനാണ്. അപ്പോഴത്തേക്ക് കുറച്ച് മീൻ, 3 മീൻ വറുക്കണം, 3 മീൻ കറി വെക്കണം. അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ജോലിയിലേക്ക് കടന്നു. അപ്പോൾ നല്ല ഫ്രഷ് മീനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഈ പിച്ചാത്തി ഭയങ്കര പേടിയാണ്. അപ്പോഴത്തേക്ക് കൈ മുറിയുമെന്ന്. അപ്പോൾ ഞാൻ പണ്ട് മുതലേ കത്രിക വെച്ച മീൻ വൃത്തിയാക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ കത്രിക വെച്ച് അതിൻ്റെ സൈഡൊക്കെ ആദ്യം കട്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോഴത്തേക്ക് എനിക്ക് പിച്ചാത്തി വെച്ച് ഇങ്ങനെ മുറിക്കാനായിട്ട് അറിയത്തില്ല. അപ്പം ഞാൻ കത്രിക വെച്ചാൽ ക്ലീൻ ആക്കുന്നത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ വയറ്റിനകത്തുള്ള അഴുക്കെല്ലാം എടുത്ത് കളഞ്ഞ് ഇനി എന്നിട്ട് അത് കറിക്ക് വേണ്ടി ഞാൻ കൊച്ചു മീനാണ്. അപ്പം 2 പീസൊക്കെ ആക്കിയാൽ മതി, അത്ര ആക്കിയാൽ മതി. അല്ലെങ്കിൽ അതങ്ങ് കറിക്കകത്ത് പൊടിഞ്ഞങ്ങ് പോകും. അങ്ങനെ ഞാൻ 3 മീൻ കറി വെക്കാനായിട്ട് എടുക്കുവാണ്. കറി വെക്കാനായിട്ടുള്ള മീൻ ക്ലീൻ ചെയ്തിട്ട് ഇനി ഇതിൻ്റെ തൊലി വേറെ ഞാൻ എടുത്ത് കളയുന്നില്ല. കാരണം ഭയങ്കര സോഫ്റ്റായിട്ടുള്ള മീനാണ്. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള മീനാണ്. കൊഴിയാള എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ആ മീനാണ്, കൊഴിയാളയാണ്. ചാള മത്തി അതൊന്നുമല്ല, കൊഴിയാള. അപ്പോൾ നല്ല എളുപ്പമുണ്ട്. കാരണം അതിൻ്റെ തൊലിയൊക്കെ ഭയങ്കര സോഫ്റ്റ്. അപ്പോൾ അതെടുത്ത് കളഞ്ഞാൽ അങ്ങ് പൊടിഞ്ഞു പോവും. അപ്പോൾ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയല്ലേ എടുക്കുന്നത്. അപ്പോൾ ഞാൻ സൈഡ് കട്ട് ചെയ്ത് പിന്നെ വയറിൻ്റെ അകത്തുള്ള, അപ്പോൾ ഞാൻ കത്രിക വെച്ചാണ് എല്ലാം ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ വയറ്റിനകത്തുള്ള, അപ്പം മീനിൻ്റെ മുട്ടയൊക്കെ വയറ്റിനകത്തുണ്ട്, അത് നമ്മൾ കറിക്കകത്ത് എടുക്കും. ബാക്കി അഴുക്കെല്ലാം നമ്മൾ എടുത്ത് കളയും. എടുത്ത് കളഞ്ഞിട്ട് പീസാക്കിയിട്ട് നല്ലോണം നമ്മൾ നന്നായിട്ട് 2-3 വെള്ളത്തിൽ നന്നായിട്ട് നമ്മൾ കഴുകി എടുക്കും. എന്നിട്ട് പിന്നെ തേങ്ങ അരച്ച് നല്ലോണം അരച്ച് പൊടികളൊക്കെ ചേർത്ത് നല്ല അടിപൊളി കറിയാക്കുവേ. അപ്പം 3 മീൻ നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കുവാണേ. അപ്പോൾ ഇത് 3ാമത്തെ മീനാണ്. അപ്പോൾ ഞാൻ കണ്ടില്ലേ, സൈഡെല്ലാം കത്രിക വെച്ച് കട്ട് ചെയ്ത് കളയുവാണ്. ആർക്കെങ്കിലും എന്നെപ്പോലെ ഈ കൈ മുറിയുമെന്ന് പേടിയുണ്ടെങ്കിൽ നമുക്ക് നല്ല കത്രിക മേടിച്ചിട്ട്, നല്ല മൂർച്ചയുള്ള കത്രിക, നല്ല വലിയ കത്രിക മേടിച്ചിട്ട് നമ്മൾ ഇതേപോലെ സൈഡ് കട്ട് ചെയ്ത് വാല് ഒക്കെ കട്ട് ചെയ്ത് എന്നിട്ട് എടുത്താൽ മതി. അയ്യോ, ഇത് വറുക്കാനായിട്ട് എടുക്കുവാണ്. 3 മീൻ ഞാൻ ഇതാക്കി പീസാക്കി അത് കറിക്കെടുത്ത്. ഇതിപ്പം ഞാൻ വറുക്കാനായിട്ട് എടുക്കുവാണ്. വറുക്കാനായിട്ട് എന്താണെന്ന് വെച്ചാൽ അത് പീസാക്കുന്നില്ല, അത് ഓരോന്നോരോന്ന് എടുക്കുക. ഓരോന്നോരോന്ന് 2 ആക്കുന്നില്ല. അത് അല്ലെങ്കിൽ അത് വറുക്കുമ്പോൾ ഞാൻ തിരിച്ചൊക്കെ ഇടുമ്പോൾ ചിലപ്പം പൊടിഞ്ഞൊക്കെ പോകും. ഇന്ന് തുണി അലക്കണോ? തുണിയാണെങ്കിൽ ഞാൻ വാഷിംഗ് മെഷീനിലിട്ടാൽ കഴുകുന്നത്. പിന്നെ കളർ ഇളകുന്ന തുണിയൊക്കെ ആണെങ്കിൽ ഞാൻ അല്ലാതെ കഴുകും. പിന്നെ പുറത്തൊക്കെ ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് നല്ല ചമ്മലുണ്ട്. അപ്പോൾ വീട്ടിനകത്ത് വെച്ച് അപ്പോൾ ഇന്ന് തുണി കഴുകാനായിട്ട് ഇന്ന് ടൈമില്ല. അത് കാരണം ഞാൻ ഫിഷ് ക്ലീനിങ് വീഡിയോ ചെയ്യാമെന്ന അവസാനം ലാസ്റ്റ്. അപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷനായിരുന്നു. കാരണം എല്ലാവരും ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും പിന്നെ 2ാമത്തെ വീഡിയോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ലൈവിൽ വരുമ്പോഴും ഞാൻ ഷോർട്സ് ചെയ്യുമ്പോഴും എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും ഒത്തിരിയും പേര് പെട്ടെന്ന് വീഡിയോ ഇടാനായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്നെ ഫുൾ കൺഫ്യൂഷനായി. നമുക്ക് ചെയ്ത് പരിചയമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഫിഷ് ക്ലീനിങ് വീഡിയോ ആണ്
വീഡിയോ ചെയ്യാമെന്ന് അവസാനം തീരുമാനിച്ചത്. അപ്പോഴത്തേക്ക് എൻ്റെ ജോലിയും നടക്കുമല്ലോ. ഉച്ചയ്ക്ക് എന്തായാലും മീൻകറി വെക്കണം. എന്തായാലും മീൻകറി ഇല്ലാത്ത ഒരു ദിവസം പോലും ഇല്ല, എല്ലാ ദിവസവും മീൻ മേടിക്കുമല്ലോ. അപ്പോൾ ഫിഷ് ക്ലീനിങ്, അപ്പോൾ ഈ മീൻ നല്ല എളുപ്പമാണ്. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, 3 മീൻ നമ്മൾ 2 കറി വെക്കാനും 3 മീൻ വറുക്കാനും. അപ്പോൾ ഫുൾ വാടയായി. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഓഫ് ചെയ്യുമെന്നുള്ളതാണ് മൊബൈൽ. അപ്പോൾ എൻ്റെ മൊബൈലൊക്കെ മീൻ നാറ്റമായിരിക്കും, മീനിൻ്റെ നാറ്റം സ്മെല്ലൊക്കെ കാണും. ഇനി അപ്പോൾ ഞാൻ ഈ കറി വെക്കുന്നത് എന്താ പറയുമ്പോൾ, കറി ഇങ്ങനെ തല വേണമെങ്കിൽ അപ്പം നമുക്ക് വെള്ളത്തിനകത്ത് വെച്ചിട്ട് അതിനകത്ത് എല്ലാം ഇളക്കിയൊന്നും കളയണ്ട. അതിനകത്ത് കുറച്ച് അഴുക്കൊക്കെ ഇളക്കി കളിച്ചിട്ട് എന്താ പറഞ്ഞാൽ പൈപ്പിൻ്റെ അടി വെച്ച് നമുക്ക് ക്ലീനാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു അതെല്ലാം അങ്ങ് ഇളക്കി കളയാമെന്ന്. പക്ഷേ കുറേ അത് ഇളക്കി കളയാതെ, അതിനകത്തുള്ളത് ഇളക്കി കളയാതെ അത് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ പൈപ്പിനടി വെച്ച് ക്ലീൻ ആക്കിയിട്ട് കറി വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ തല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇന്നിപ്പോൾ എല്ലാം ഇളക്കി കളയാമെന്ന് വിചാരിച്ചു. കറിക്കകത്തിടുന്നതെല്ലാം ഇളക്കി കളയാം. പിന്നെ അത് നമ്മൾ ഇറക്കത്തില്ല, എന്നാലും ആ മുള്ളും ആ ചാറൊക്കെ നമുക്ക് വായിൽ വെച്ച് ഇങ്ങനെ ചവച്ചിട്ട് അതപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ എന്തായാലും നമ്മൾ തല വൃത്തിയാക്കുവാണ്. ഇനി ഈ അഴുക്കെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഈ മീൻ നല്ല പോലെ കഴുകി വൃത്തിയാക്കും. ചില മീനൊക്കെ ആണെങ്കിൽ നമ്മൾ നെത്തോലി മീനൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട്, ചിലർ ഉപ്പ് കല്ലൊക്കെ ഇട്ട് നല്ല പോലെ 2-3 പ്രാവശ്യം കഴുകും. ഇതെന്താണെന്ന് അറിയാമോ, ഈ വാലിൻ്റെ ഭാഗത്ത് ഒരു കട്ടിത്തൊലിയുണ്ട്. അതുണ്ടെങ്കിൽ ഈ അരപ്പൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ഞാനത് പിച്ചാത്തി വെച്ച് ആ കട്ടിത്തൊലി പിച്ചാത്തി വെച്ച് എടുക്കുവാണ്. കണ്ടില്ലേ, അല്ലെങ്കിൽ അതിങ്ങനെ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ അത് അരപ്പൊന്നും കയറും. അപ്പോൾ ഞാൻ എല്ലാ മീനിൻ്റെയും ഈ വാല് ഭാഗത്തുള്ള ആ കട്ടിയായിട്ടിരിക്കുന്ന ആ തൊലിയില്ലേ, അത് നമ്മൾ ഇളക്കി കളഞ്ഞു. വേറെ അഴുക്കൊന്നും ഇല്ല ഈ മീനിന്. ഞാൻ പറഞ്ഞില്ലേ, തൊലി ഭയങ്കര സോഫ്റ്റാണ്. അത് ജസ്റ്റ് നല്ല പോലെ നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകി വെള്ളത്തിൽ ഒരു 2-3 വെള്ളത്തിൽ നല്ലോണം, പിന്നെ ഒരുപാടിട്ടിങ്ങനെ ഒലയ്ക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല കെയർ കൊടുത്ത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കഴുകിയെടുത്താൽ മതിയേ. ഇതിനെന്തായാലും കത്രി വെച്ച് പറ്റത്തില്ല. ഇതിനെന്തായാലും നമുക്ക് പിച്ചാത്തി ഇത് ചെയ്യാനുള്ള ധൈര്യമുണ്ട്. അല്ലാതെ സൈഡ് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻ്റെ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും ആ വാല് ഭാഗത്തുള്ള ആ കട്ടിയുള്ള സ്കിന്നൊക്കെ നമ്മൾ ഇളക്കിക്കളഞ്ഞേ. ചോറ് കുക്കറിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അരിയൊക്കെ ഞാൻ ഇവിടെ വിറകിൻ്റെ എനിക്കാണെങ്കിൽ തുമ്മലൊക്കെ ഉള്ളത് കാരണം ഭയങ്കര പാടാണ്. അപ്പോഴത്തേക്ക് നമ്മളെന്താ അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. കുക്കറിൽ നമ്മൾ അരി വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും കുക്കറിൽ വിസിലൊക്കെ കേട്ട് ഇനിയും നമ്മൾ തീ ഓഫ് ചെയ്ത് ഇനി കുക്കറിനകത്തിരുന്ന് അത് വേവും. അപ്പോൾ നമ്മൾ വിസിലൊക്കെ കേട്ട് അപ്പോഴത്തേക്ക് തീയൊക്കെ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ ഇതെന്തോന്നറിയാമോ, ഞാൻ തേങ്ങ പൊട്ടിച്ചപ്പോഴത്തേക്ക് കുറേ ഉണക്കത്തേങ്ങയാണ്, ഉണങ്ങിയതാണ്. അപ്പോഴത്തേക്ക് അത് ഇങ്ങനെ അത് കഷ്ണങ്ങളായിട്ട് തേങ്ങ തിരിങ്ങേണ്ടി വന്നില്ല, ഉണങ്ങിയ തേങ്ങ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, തേങ്ങയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ അരച്ചെടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സമയം ലാഭിക്കാനായിട്ട് വേണ്ട പൊടികളെല്ലാം ചേർത്ത്. ഞാൻ എന്തൊക്കെയാണ് ചേർത്തതെന്നറിയാവോ, ഉപ്പ് ചേർത്തു, മഞ്ഞൾപ്പൊടി. ആർക്കേലും പാചകം മീൻകറി വെക്കുന്നത് എങ്ങനെയാണ് തേങ്ങ അരച്ച് എങ്ങനെയാണ് വെക്കുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഞാൻ എന്തൊക്കെ ചേർത്തു എന്നറിയാവോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കറി മസാല, നമ്മൾ പാക്കറ്റ് മസാല പൊടിച്ചത് മേടിക്കത്തില്ലേ, കുറച്ച് കറി മസാല
ചേർത്തു. പിന്നെ ഉപ്പ് ചേർത്തു. ഇത്രയാ. എക്സ്ട്രാ ഞാൻ ചേർത്തെന്ന് വെച്ചാൽ കുറച്ച് മസാലപ്പൊടി ആണ് ചേർത്തത്. പിന്നെ ദാണ്ടെ നമ്മൾ കഴുകാണ്ട് മീൻ മുട്ടയും ഉണ്ട്. അങ്ങനെ നമ്മൾ കഷ്ണങ്ങളാക്കി ആ അരപ്പ് നല്ലോണം ചൂടായി വന്നപ്പോൾ എന്താ അറിയാമോ, നമ്മൾ കഴുകി വെച്ച കഷ്ണങ്ങളൊക്കെ അതിനകത്ത് ചേർക്കുവാണേ. ഇനി കുറച്ച് കുടംപുളി മീൻ കറിക്കകത്തൊക്കെ ഇടുന്ന പുളിയില്ലേ, കുടംപുളി, അത് ഞാൻ ചേർക്കുവേ. അതും കൂടെ ചേർത്താൽ മതി. പിന്നെ നല്ലോണം കറി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ എന്തറിയാമോ, ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ. അപ്പോൾ കറിവേപ്പില പറിക്കാൻ പോകുമ്പോഴത്തേക്ക് ടൈം പോകും. അപ്പോഴത്തേക്കും ഞാൻ എന്ത് വിചാരിച്ചെന്നറിയാമോ, കുറച്ച് വറുക്കാനുള്ള 3 മീനുണ്ടല്ലോ, അപ്പോൾ അത് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഞാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ച് ഫിഷ് ഫ്രൈ മസാലയും കൂടെ ഒരു ടേസ്റ്റ് വരാനായിട്ട് അത്ര അരപ്പ് ചേർത്ത്. അപ്പോൾ ഇവിടെ ഏട്ടനൊക്കെ ഇങ്ങനെ ഒരുപാട് മസാലയൊക്കെ ചേർത്ത് വറുക്കുന്നതാണ് ഇഷ്ടം. ഞാനാണെങ്കിൽ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ശകലം മല്ലിപ്പൊടി അത്രയൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഏട്ടനാണെങ്കിൽ ഫിഷ് ഫ്രൈ മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാമൊക്കെ ഇട്ട് നന്നായിട്ട് ഒരുപാട് മസാലയൊക്കെ ചേർത്ത് വറുക്കുന്നതാണ് ഏട്ടന് താല്പര്യം. അത് കാരണം ഏട്ടന് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ഉച്ചക്കലത്തെ നമ്മുടെ ഫുഡ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മീൻകറി വെച്ചു, മീൻ വറുത്തു. പിന്നെന്താ, ഒരു അച്ചാറുണ്ട്, പിന്നെ മോരുണ്ട്. അപ്പോൾ ഇത്രയും മതി. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. അപ്പോഴത്തേക്ക് കണ്ടില്ലേ, നമ്മുടെ മീൻ കറി നല്ല തിളച്ച്. പിന്നെ ഞാൻ കുറച്ച് നല്ല കറിവേപ്പിലയുടെ മണവും കൂടെ ആകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മുടെ മീൻകറി ചോറ് സെറ്റായി. പിന്നെന്താ, മീൻകറി സെറ്റായി. പിന്നെന്താ, നമ്മുടെ മീൻ വറുത്തോണ്ടിരിക്കുവാണ്. അപ്പോൾ ആ കറിവേപ്പിലയുടെ മണവും കൂടെ ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. കറിവേപ്പില കൂടെ ചേർക്കുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെ എന്തായാലും വീഡിയോ അപ്പം നമ്മുടെ രണ്ടാമത്തെ അത്തപ്പൂക്കളം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ നമ്മുടെ ഹൗസ് ക്ലീനിങ് വീഡിയോ കഴിഞ്ഞിട്ട് നമ്മൾ ഫിഷ് ക്ലീനിങ് ആണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫിഷ് കറി നല്ല അടിപൊളിയായിട്ട് ഞാൻ എടുത്തു ചോറ് കഴിക്കാനായിട്ട്. പിന്നെ കണ്ടില്ലേ, നമ്മൾ മീൻ നല്ല പോലെ വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ക്ലീനിങ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും അത്തപ്പൂക്കളത്തിനും പിന്നെ ഹൗസ് ക്ലീനിങ് വീഡിയോയ്ക്കും തന്ന സപ്പോർട്ടൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ, ടാറ്റാ.